എക്സ്പ്രഷൻ ക്യൂനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേജ് ഇതുവരെ സപ്പോർട്ടും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാത്തവർ സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഞാനെൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ തന്നെ അമ്മ കുറേ കൊണ്ടുപോകാനുള്ള തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. ഞാൻ നേരെ അത് ബാഗിൻ്റെ അകത്തേക്ക് എടുത്തു വെച്ചു. ഇനി ക്രാഫ്റ്റ് വർക്കിനുള്ള സാധനങ്ങളാണ്. കുറച്ച് ബുക്സും ബോട്ടിൽസും ക്രയോൺസും സ്കെച്ച് പെൻസും അതൊക്കെ ഞാൻ എടുത്ത് ബാഗിൻ്റെ അകത്തേക്ക് വെച്ചു. അക്ഷര നഗരിയിലേക്ക് സ്വാഗതം. ഫിലിം ആൻഡ് തിയേറ്റർ വർക്ക്ഷോപ്പ്. എല്ലാവർക്കും നവയുഗിലേക്ക് സ്വാഗതം. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് അവിടെ കുറേ ഡമ്മി കൂട്ടുകാരുണ്ടായിരുന്നു. ഹായ് ഹായ്. നമ്മൾ നേരെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. സൂപ്പർ ഒരു മാതാവിൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ഗെയിംസൊക്കെ കളിച്ചു. ജയനെയും സുരേഷ് ഗോപിയൊക്കെ അനുകരിച്ചിട്ടുള്ളതായിരുന്നു. നവയുഗിലെ ഓരോ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചിരാത് കത്തിച്ചു. പിന്നെ കോല് കളിച്ചു. എൻ്റെ ഇഷ്ടപ്പെട്ട കളിയാണത്. ഓരോ അനിമൽസിനെ തന്നിട്ട് അവരുടെ പേരിനെ കണ്ടുപിടിക്കാനായിരുന്നു. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു സാറ് വന്നിട്ട് പപ്പച്ചിനെ കളിപ്പിക്കാനും പപ്പച്ചിനെ ഉണ്ടാക്കാനും ഒക്കെ പഠിപ്പിച്ചു തന്നു. എനിക്ക് പപ്പച്ചിനെ ഉണ്ടാക്കാനും കളിപ്പിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പിന്നീട് നമ്മളവിടെ ബോംബ് സ്ഫോടനം നടത്തി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബോംബ് ഉണ്ടാക്കി പൊട്ടിച്ചു പേടിച്ചു. അടിപൊളി കളിയായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യണമായിരുന്നെന്ന്. ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയിലാണ് ചെയ്യേണ്ടത്. ഞാൻ ഡാൻസിലൂടെ എല്ലാവർക്കും എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. നവയുഗിന്നൊരു റോഡ് ഷോ പോയായിരുന്നു. നമ്മളെല്ലാവരും ജയ് ജയ് നവയും ജയ് ജയ് സമ്മർ ക്യാമ്പൊക്കെ വിളിച്ചിട്ടാണ് പോയത്. എൻ്റെ തൊട്ടപ്പുറത്തൂടെ പോകുന്നതാണ് ജോഷിയങ്കിള്. അച്ഛനും അമ്മയും എന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഞാൻ നന്നായിട്ട് കരഞ്ഞു. ജോഷിയങ്കിള് പറഞ്ഞു വീടില്ലാന്ന്. ഈ സാറാണ് നമ്മളെ പപ്പച്ച ഉണ്ടാക്കാനും കളിപ്പിക്കാനും ഒക്കെ പഠിപ്പിച്ചത്. എനിക്ക് പാവയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ പാവ നമ്മളോട് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ ആ പാവേനെ കാണാൻ. മുതിർന്ന ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ കലാപരിപാടികളുണ്ടായിരുന്നു. ഡാൻസും പാട്ടും നാടകവും. ഈ നാടകത്തിൻ്റെ പേര് ഉരുളെന്നാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ മഴ പെയ്തു. ഇതാണ് നമ്മുടെ റൂം. അവിടെ ഉണ്ടായിരുന്ന കോസ്റ്റ്യൂം വെച്ചിട്ട് ഞാൻ മോഹിനിയാട്ടം ചെയ്തു. കാലൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു.
ജോഷി ഞങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒപ്പം 10ന്റെ റിസൾട്ട് വന്നതിൻ്റെ ആഘോഷം എല്ലാം ഉണ്ടായിരുന്നു. കേക്കൊക്കെ മുറിച്ച് നമ്മൾ ആഘോഷിച്ചു. നമ്മളും നാടകം ചെയ്തായിരുന്നു. ഇതിൻ്റെ പേര് ഞാവൽക്കാട് എന്നാണ്. 1.5 ദിവസം കൊണ്ട് പഠിപ്പിച്ച സതീഷ് സാറിന് ഞാൻ വളരെയധികം ഒരു നന്ദി അറിയിക്കുവാണ്. അപ്പം അച്ഛനും 2 പാട്ട് പാടി കേട്ടോ. നമ്മൾ ഡാൻസ് കളിച്ചു. എത്ര ക്ഷീണിച്ചിരുന്നാലും നമ്മൾ DJ ചെയ്യും. അത് ചെയ്തിട്ടേ പിന്നെ എന്തും ചെയ്യുള്ളൂ. എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് DJ. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു അവസ്ഥ. മിസ് യു ഫ്രണ്ട്സ്. ബൈ ബൈ.